മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അധികാര കസേര വീണ്ടും ബി.ജെ.പിയുടെ കൈകളിൽ സുരക്ഷിതമായി എത്തുന്നു എന്നുള്ള വലിയ കാഴ്ചയാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. 333 സീറ്റുകളിൽ BJP അടങ്ങുന്ന NDA മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. കോൺഗ്രസ് അടങ്ങുന്ന UPA 102 സീറ്റിലും മറ്റുള്ളവർ 107 സീറ്റുകളിലേക്കും പോകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. BJPക്കെതിരെ നിലവിൽ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ആളിക്കത്തിയിട്ട് പോലും അതൊന്നും ഒരു തരംഗമാവാതെ BJP അവരുടെ വേട്ടയാടൽ തുടരുന്ന ഒരു മഹാകാഴ്ച. എന്ത് സംഭവിച്ചു? എക്സിറ്റ് പോളുകൾ പറഞ്ഞ കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ ഫലങ്ങളിലോട്ട് പ്രവചനങ്ങളിലോട്ട് കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു വലിയ കാഴ്ച സമ്മാനിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് EVM അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് രാജ്യത്ത് ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരം കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം നിലനിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പെട്രോൾ വില വർധനവായാലും മറ്റുള്ള വില വർധനവായാലും അതുപോലെ തന്നെ കർഷക പ്രശ്നങ്ങളായാലും രാജ്യത്തുടനീളമുള്ള പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ രാജ്യത്തുണ്ടായിട്ട് പോലും അതൊന്നും മേൽക്കാതെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ NDAക്ക് സാധിച്ചത് എങ്ങനെ എന്ന ഒരു ചോദ്യത്തിന് പൊതുജനം നൽകുന്ന മറുപടിയാണ് EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ പോലും NDAയുടെ ഈ മുന്നേറ്റം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കാത്തതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിലവിൽ കോൺഗ്രസ് ഒരു ചെറിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സീറ്റു നിലയുടെ കാര്യത്തിൽ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരു സീറ്റു നില നിലവിൽ UPA ആയാൽ പോലും ഒരു മുന്നേറ്റം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ വോട്ടെണ്ണൽ നടന്നപ്പോൾ 104 സീറ്റുകളാണ് UPA നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാസഖ്യത്തിന് UPയിൽ പ്രതീക്ഷിച്ച വിജയം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കടന്നു വരുന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാനാവുകയുള്ളൂ. എന്നാൽ പോലും BJP പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരിക്കുന്ന കാഴ്ചകൾ നമുക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പലയിടങ്ങളിലും BJP പ്രവർത്തകർ ആഘോഷത്തിലേക്ക് കടന്നു പോകുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു UDF തരംഗം നിലവിലുണ്ട് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം കണ്ടുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.